എനിക്ക് മമ്മൂക്ക ആണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു നീ പറഞ്ഞ അഡ്രിനാലിൻ സാധനം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മമ്മൂക്കാൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് മമ്മൂക്ക ഫാനാണ് ഞാൻ. അപ്പോൾ മമ്മൂക്കാൻ്റെ മാക്സിമം എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് മാത്രമായിരുന്നു എൻ്റെ ആദ്യത്തെ ആലോചന. എന്നെ ഭയങ്കര കാരണം വെച്ചാൽ പിന്നെ മമ്മൂക്ക ഞാൻ കുറേ വർഷമായിട്ട് എറണാകുളത്ത് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി അലഞ്ഞാൽ അവസാനം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു ഈ മുണ്ട പ്രൊജക്റ്റ്. അത് മമ്മൂട്ടി പ്രൊജക്റ്റ്. ആദ്യം അൻവർ റഷീദായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. മമ്മൂക്കായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിലൊക്കെ പോയത്, അതായത് മമ്മൂക്കാനെ കണ്ടൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ട്രിപ്പ് അതായിരുന്നു, മമ്മൂക്കാനെ വെച്ചുകൊണ്ട് മമ്മൂക്കാനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വകാര്യമായ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി പറയുമ്പോൾ ഈ ക്യാരക്ടർ പറയണം, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ അയാളുടെ ന്യൂആൻസൻസും ബിഹേവിയർ പാറ്റേണും അങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു അതിൻ്റെ മേലെയാണ് ചർച്ച നടക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പിന്നെ അവനാടിയിലുള്ള പരിപാടികളല്ലല്ലോ വേണ്ടത്. എനിക്ക് മമ്മൂക്ക കരയുന്നത് കാണാൻ ഇഷ്ടമാണ്, ഗതഗതപ്പെടുന്നത് ഇഷ്ടമാണ്. മമ്മൂക്ക എല്ലാവരാലും ഹ്യൂമിലിയേറ്റപ്പെടുത്ത് മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മമ്മൂക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെയൊക്കെ അത്തരം മുഹൂർത്തങ്ങൾ ഇതിലുണ്ടാവണം. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആലോചന. അപ്പോൾ അതെങ്ങനെ ടോട്ടൽ കഥയുമായിട്ട് സിങ്കായി വരും എന്നതൊക്കെയാണ് ആലോചിച്ചുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ പിന്നെ മൊത്തം ഒരു എന്താ നടന്നതൊക്കെ ഉണ്ടല്ലോ. കുറച്ച് എനിക്ക് അതിൽ ഫിക്ഷൻ കയറ്റേണ്ടതെന്നുള്ളത്. മാക്സിമം ഞാൻ നോക്കിയത് ക്യാരക്ടർ ബിൽഡിങ്ങിലാണ് പണിയെടുത്ത്. അധികം ഇവൻറ്റ്ഫുൾ അല്ലല്ലോ, ഭയങ്കരമായ ഇവൻറ്റ്ഫുൾ പരിപാടിയല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ മറ്റ് പടങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ ഇതുപോലെ പുറത്ത് പോയിട്ട് നമ്മളിവിടുത്തെ നായകന്മാർ പുറത്ത് പോയിട്ടുള്ള അഭ്യാസം കാണിക്കുന്ന പടങ്ങളെടുത്ത് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിരിക്കും. അത്രമാത്രം ഇവൻറ്റ്ഫുൾ അല്ല. ഉദാഹരണത്തിന് ഇവരെത്തുന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരു ഇവൻറ്റിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അതിനുള്ള സ്പേസ് ഇല്ല, ജോഗ്രഫിക്കലി ഉണ്ടാക്കാലോ. അത് ഒരു ക്രിയേറ്റർ വിചാരിച്ച ഉണ്ടാക്കലും ചെയ്യാം. അത് ബോറാവോ ഇല്ലെന്നുള്ള മറ്റൊരു ചോദ്യം. അതായത് നമുക്ക് അവിടെ പോകുമ്പോൾ എന്തിലും, ഉദാഹരണത്തിന് ഫസ്റ്റ് ഇൻട്രോ തന്നെ ആ കള്ളൻ പോക്കറ്റ് അടിക്കുമ്പോൾ മണിസാർ നോക്കി ചിരിക്കുന്നേ ഉള്ളൂ. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഇവർ പിന്നീട് അത് പറയുന്നുണ്ട്. പിന്നീട് ഈ മറ്റേ EVM ടാമ്പറിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അല്ല കള്ള വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. കള്ള വോട്ട് ചെയ്യാനാണ് 2 ക്രൈമാണ് അവിടെ നടക്കുന്നുണ്ട്. 2 നടക്കുന്നത്. ആ അർത്ഥത്തിൽ അത് ആൾക്കാർക്ക് കിട്ടിയോന്നറിയില്ല. അതായത് ഒന്ന് കള്ള വോട്ടും ഒന്ന് EVM ടാമ്പറിങ്, 2 നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതിൽ ഇടപെടണമെന്ന് ചോദിക്കുമ്പോൾ ഇടപെടേണ്ടില്ല, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടെങ്കിലേ ഇടപെടേണ്ടുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആ ഓപ്പണിങ്സിൽ ഈ മണിസാറിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു നോട്ടം കൊണ്ട് അത് തിരുത്താൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ള, പിന്നെ അയാൾ ഒരു എസ് ഐ ആവാൻ ഉള്ള ആളല്ല. അയാൾ ഒരു എസ് ഐ ആവേണ്ട ഒരാളാണ്. എസ് ഐ പെരുമാറുമ്പോഴല്ല പുള്ളി പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനുണ്ടാവും. ക്യാരക്ടർ മുളച്ച് നിൽക്കും, എഴുന്ന് നിൽക്കും, അയാൾക്കൊരു രൂപം ഉണ്ടാവും. ഇതായിരുന്നു എൻ്റെ ട്രിപ്പ്. അതൊക്കെയായിരുന്നു.